എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അനു ആൻഡ് മീയുടെ പൊങ്കലാശംസകൾ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സോയ ചങ്ക് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയാലോ. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ 1 കപ്പ് അളവിൽ സോയാബീൻ ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സ് ഭയങ്കര ഡ്രൈ ആണ്. ചുടുവെള്ളത്തിൽ ഇടുമ്പോഴത്തേനും നല്ല രീതിയിലൊന്ന് വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുവേ. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം വെള്ളമൊക്കെ വാർന്ന് നല്ലതുപോലെ 2-3 തവണ കഴുകി നന്നായി പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചേക്കാം. ചങ്ക്സുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളകും ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ഇത് 3ഉം കൂടെ നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിവിടെ റെഡിയാണേ. സോയ ചങ്ക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പാനിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നല്ല രീതിയിലൊന്ന് പൊട്ടി വന്നോട്ടെ. ഈ ഒരു സമയം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ചേരുവ കൂടെ ചേർത്ത് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ല രീതിയിലൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തേക്കണം. അപ്പോൾ അതെന്തായാലും ഒന്ന് റെഡിയായി വന്നോട്ടെ. അപ്പോൾ മസാലയുടെ പച്ചമുളകൊക്കെ മാറി എന്ന് കാണുമ്പോൾ കുറച്ച് കറിവേപ്പില, പിന്നെ 2 സവാള നീളത്തിലരിഞ്ഞത് അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ എണ്ണയിൽ കറന്ന് നല്ല രീതിയിലൊന്ന് വഴണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ അതുവരെ ഒന്ന് ഒരു 10-15 മിനിറ്റ് നേരം കൂടെ ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് പൊടികൾ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടികൾ വന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലി, ഗരം മസാല, അതുപോലെ ചിക്കൻ മസാല പൗഡർ ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം ചതച്ചതും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്, കാരണം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് ആ ഒരു എണ്ണയിൽ നമ്മൾ ചേർത്ത് ഈ ഒരു പൊടിയുടെ ആ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒരു 10 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാവേ. പൊടികളൊക്കെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ ഗരം മസാലയുടെയും പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ. ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കഴുകി മാറ്റി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 തക്കാളി മുറിച്ചത് കൂടെ ചേർക്കാം. ഇനി ആ സോയയിലും തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി വരണം. അതുകൂടാതെ തന്നെ ആ സോയ ചങ്ക്സിനകത്തോട്ട് നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് പിടിക്കാനുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം മസാലയിൽ കിടന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് വേവാൻ ആവശ്യത്തിന് ആ മസാലയൊക്കെ അതിൽ നല്ല രീതിയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം മതിയാവും. പാകത്തിന് വെള്ളവും ചേർത്ത് ചെറു തീയിൽ മൂടി വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. കേക്ക് ഒന്ന് തുറന്ന് നോക്കാവേ. സ്വല്പം കൂടെ വെള്ളമുണ്ട്. അപ്പോൾ തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വഴറ്റിയെടുത്താൽ നല്ല ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയോടൊപ്പം ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഫ്രൈ ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. സ്വല്പം മല്ലിയില കൂടെ വിതറി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.